ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ADGP അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. അങ്ങനെയെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ കൈവിട്ടു പോകും. ഒരുപക്ഷെ ഒരു ചർച്ചയ്ക്ക് വേണ്ടിയായിരിക്കാം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം ഇങ്ങോട്ടേക്ക് എത്തുന്നത്. അവരുടെ പ്രതികരണം നമുക്ക് ലഭ്യമാകും. അങ്ങനെയെങ്കിൽ ഇവിടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളുമായി ചർച്ച നടത്തും. ആ ചർച്ചയിലും സമവായമായില്ലെങ്കിൽ മറ്റ് ആക്ഷനിലേക്ക് പോവുകയല്ലാതെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ മാർഗമില്ലാത്ത സ്ഥിതിയാണ് ഇനി ഏതായാലും ഉള്ളത്. ഇപ്പോൾ പുറത്തേക്ക് ജോൺ ബ്രിട്ടാസും അതോടൊപ്പം തന്നെ PS സഞ്ജീവ് അടക്കമുള്ള മറ്റ് ആളുകളുമെല്ലാം ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇനി എന്ത് ആക്ഷനാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നുള്ളതാണ് കണ്ട് അറിയേണ്ടത്. നിലവിലേതായാലും അതിസാധാരണമായ രംഗങ്ങളാണ് പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ശരി, ഇങ്ങനെ ഒരു ചർച്ചയും സമവായവും പ്രതികൾ എവിടെയെന്ന് അറിഞ്ഞിട്ടും അനന്തകൃഷ്ണൻ ചേരുന്നുണ്ട്. അനന്തൻ, എന്തോ പുതിയ വിവരങ്ങളുണ്ടെന്ന് തോന്നുന്നു. ശ്രീജ, ഇപ്പോൾ ക്രമസമാധാന ചുമതലയുള്ള ADGP H. വെങ്കടേഷ് നേരിട്ട് പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. ചർച്ചകൾക്കായിട്ട് പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ ക്രമസമാധാന ചുമതലയുള്ള ADGP H. വെങ്കടേഷ് CPM നേതാക്കളുമായി ചർച്ച നടത്തുന്നു. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. ജോൺ ബ്രിട്ടാസ് അതുപോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ രണ്ട് നേതാക്കളുമായി ഇപ്പോൾ ചർച്ച നടത്തുന്നത് ക്രമസമാധാന ചുമതലയുള്ള ADGP H. വെങ്കടേഷ് ആണ്. അപ്പോൾ വളരെ ഗൗരവമായി പോലീസ് കാര്യങ്ങൾ നീങ്ങുന്നു. അതായത് CPM നേതാക്കളുടെ നിർദ്ദേശം പ്രവർത്തകരെ അവർ സ്റ്റേഷനിലെത്തിക്കാം എന്നുള്ള നിർദ്ദേശം പൂർണ്ണമായും നിരാകരിക്കുകയാണ് പോലീസ്. ഈ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് തന്നെ പ്രവർത്തകരെ വേണം എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണ് പോലീസ് നിൽക്കുന്നത്. അത് പോലീസിനെ സംബന്ധിച്ച് ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയി കഴിഞ്ഞു. ഇവിടെ നിന്ന് പ്രതികളെ കൊണ്ടുപോവുക എന്നുള്ളത് അതിനുള്ള സന്നാഹവുമായിട്ടാണ് പോലീസ് നിൽക്കുന്നത്. അതിന് വഴങ്ങിയില്ലെങ്കിൽ മറ്റ് ആക്ഷനിലേക്ക് പോകേണ്ടി വരും എന്നുള്ളതാണ് പോലീസിന്റെ വാദം. ഏതായാലും H. വെങ്കടേഷിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ചർച്ച. നേരത്തെ DCPമാരാണ് ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയത്. എന്നാൽ അതുകൊണ്ട് ഫലം കണ്ടില്ല. അവർക്ക് മുന്നിൽ രണ്ട് DCPമാർക്ക് മുന്നിലും CPM മുന്നോട്ട് വെച്ചത് നിങ്ങൾ മടങ്ങിപ്പോകണം, പ്രതികളെ ഞങ്ങൾ എത്തിക്കാം എന്നുള്ളതായിരുന്നു. അതിന് പോലീസ് വഴങ്ങിയില്ല. അതിന് വഴങ്ങണ്ട എന്നുള്ള നിർദ്ദേശമാണ് മുകൾ തട്ടിൽ നിന്ന് DGP ലെവലിൽ നിന്ന് ലഭിച്ചത്. ഇപ്പോൾ DGPയുടെ നിർദ്ദേശപ്രകാരം ADGP H. വെങ്കടേഷ് നേരിട്ട് തന്നെ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. നേതാക്കളുമായി ചർച്ച ചെയ്യുന്നു. അവരുടെ ആവശ്യം ഇത് തന്നെയാണ്, പ്രവർത്തകരെ വിട്ടു നൽകണം, ഇവിടെ നിന്ന് തന്നെ വിട്ടു നൽകണം എന്നുള്ളതാണ്. ശ്രീജ, അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ക്രമസമാധാന ചുമതലയുള്ള ADGP H. വെങ്കടേഷ് നേരിട്ട് പാളയം CPMന്റെ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. അവിടെ DCPമാരാണ് നേരത്തെ ഇവരുമായി കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവരെ സംബന്ധിച്ചും അവർ പുതിയ ഉദ്യോഗസ്ഥരാണ്, സർവീസിൽ അധികകാലമായിട്ട് ഇല്ലാത്ത ഉദ്യോഗസ്ഥരാണ്. ഇപ്പോൾ നേരിട്ട് ക്രമസമാധാന ചുമതലയുള്ള ADGP H. വെങ്കടേഷ് എത്തിയിരിക്കുന്നു. അനന്തകൃഷ്ണൻ തുടരുന്നുണ്ട്. അനന്തൻ, ഒരു തീരുമാനമായി എന്നാണോ? എനിക്ക് ആ ശരീരഭാഷയിൽ നിന്ന് എന്തോ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാവും. പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ കൂടിയാലോചന നടത്തുകയാണ്. ADGP H. വെങ്കടേഷ് DCPമാർക്ക് നിർദ്ദേശം നൽകുന്നു. CPM നേതാക്കളുമായി എടുത്ത തീരുമാനം എന്താണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അദ്ദേഹം ചില നിർദ്ദേശങ്ങൾ പോലീസുകാർക്ക് നൽകിയിരിക്കുന്നു. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഉദ്യോഗസ്ഥർ ചില ക്രമീകരണങ്ങൾ ഒരുക്കുകയാണ്. ഇപ്പോൾ ADGP തന്നെ നേരിട്ട് വരുമ്പോൾ അതിൻ്റെ ഗൗരവ സ്വഭാവം മാറുകയാണ്. കാരണം വലിയ ഗൗരവമുള്ള ഒരു ക്രൈമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. 2 വാഹനങ്ങൾ കേന്ദ്ര ഏജൻസിയുടെ CPM നേതാക്കൾ പോലീസിന്റെ ആവശ്യത്തിന് വഴങ്ങണം എന്നുള്ളൊരു നിർദ്ദേശമാണ് ADGP ബ്രിട്ടാസിനോട് മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ബ്രിട്ടാസ് അത് പറ്റില്ല എന്നുള്ള ഒരു നിലപാടിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഇവിടെ പക്ഷേ ഈ വലിയ ഒരുക്കങ്ങൾ, പോലീസിന്റെ ഒരുക്കങ്ങൾ അത് മാറ്റാം എന്നുള്ളൊരു ഉറപ്പ് ADGP നൽകിയിട്ടുണ്ട്. ഈ വലിയ സന്നാഹങ്ങൾ ഈ ഓഫീസിന്റെ മുന്നിൽ നിന്ന് മാറ്റാം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പ്രതികളെ ഇവിടേക്ക് ഇറക്കും. അപ്പോൾ ആ സന്ദേശം ഈ ശിവൻകുട്ടി അതുപോലെ തന്നെ ജോയി അടക്കമുള്ള നേതാക്കളോട് പങ്കുവെക്കുകയാണ് ബ്രിട്ടാസും ഒപ്പം തന്നെ കടകംപള്ളി സുരേന്ദ്രനും ഒക്കെ. അപ്പോൾ എന്തോ ഒരു തീരുമാനത്തിലേക്ക് ADGP മുന്നോട്ടൊരു നിർദ്ദേശം വെച്ചിട്ടുണ്ട്, അതിന് വഴങ്ങുകയാണ്. അപ്പോൾ സൗഹാർദ്ദപരമായ രീതിയിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഷെയ്ക്കാറ്റൊക്കെ കൊടുത്ത്, കാരണം കഴിഞ്ഞ മാസം വരെ മന്ത്രിയായിട്ടിരുന്ന വ്യക്തിയാണ് വി. ശിവൻകുട്ടി. അപ്പോൾ
ആ രീതിയിലുള്ള സൗഹാർദ്ദപരമായ ചർച്ചകൾ നടക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തും. ADGP തന്നെ വരുമ്പോൾ DCPമാർ നിൽക്കുന്നത് പോലെയല്ല. ADGP തന്നെ വരുമ്പോൾ അതിൻ്റെ ഗൗരവ സ്വഭാവം CPM മനസ്സിലാക്കും, നേതാക്കളും മനസ്സിലാക്കും. എന്തായാലും പ്രതികളെ കൊടുത്തേ പറ്റൂ, പ്രതികളെ അറസ്റ്റ് ചെയ്തേ പറ്റൂ. വലിയ ക്രൈമാണ് നടന്നിരിക്കുന്നത്. പൊതുമുതൽ നശിപ്പിക്കലടക്കമുള്ള വകുപ്പുകൾ ചുമത്തും. അതിൻ്റെ ഞാനിപ്പോൾ അന്വേഷിച്ചപ്പോൾ മ്യൂസിയം സ്റ്റേഷനിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട FIR രജിസ്റ്റർ ചെയ്യുന്ന നടപടികൾ ആരംഭിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ നടപടികൾ അവിടെ പൂർത്തിയാകുന്നു. അല്പസമയത്തിനകം FIR രജിസ്റ്റർ ആവും. അപ്പോൾ അറിയാം നമുക്ക് എത്ര പ്രതികളാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. നിലവിൽ ഒരു 6 പ്രതികളുടെ ലിസ്റ്റാണ് അവർ ഐഡന്റിഫൈ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. 6 പേരെ വേണമെന്നാണ്. ഇതിനിടയിൽ ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നേമം സ്വദേശിയായ ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ കൂടി വരുന്നു. നേരത്തെ 2 പേരെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു പാളയം ബേക്കറി ജംഗ്ഷനിൽ നിന്ന്. അതിലാണ് നേരത്തെ ഒരു സംഘർഷമൊക്കെ ഉണ്ടായത്. അതിനുശേഷമാണ് 2 പേരെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് ഈ സഞ്ജീവിന്റെ നേതൃത്വത്തിലുള്ള SFI പ്രവർത്തകരൊക്കെ ഈ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് വന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ച് മഞ്ഞുരുകുന്നു. പ്രതികളെ ഇവിടെ നിന്ന് തന്നെ കൈമാറാം എന്നുള്ള ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ.